അധികാരം ഉപയോഗിച്ച് മാനവികതയ്ക്ക് മേൽ ആക്രമണം നടത്തിയെന്ന കണ്ടെത്തലോടെ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഇന്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണൽ ഓഫ് ബംഗ്ലാദേശ്. ഹെലികോപ്റ്റർ ഉപയോഗിച്ച് പോലും പ്രതിഷേധക്കാർക്ക് നേരെ ആക്രമണം നടത്താൻ ഷെയ്ഖ് ഹസീന നിർദ്ദേശിച്ചെന്ന് ട്രൈബ്യൂണൽ കണ്ടെത്തി. ഹസീനയുടെ അഭാവത്തിലും കൂട്ടക്കൊല, പീഡനം തുടങ്ങി 5 കുറ്റങ്ങൾ ചുമത്തിയാണ് വിചാരണ നടന്നത്. കുറ്റാരോപണങ്ങളെല്ലാം പൂർണ്ണമായി നിഷേധിക്കുകയാണെന്നാണ് വിധിയോട് ഷെയ്ഖ് ഹസീനയുടെ പ്രതികരണം. തനിഷ്, ഇതെന്തായാലും ലോകം പ്രതീക്ഷിച്ചത് തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ വിധിച്ചിരിക്കുന്നത്. എന്ത് തോന്നുന്നു? ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടുത്തെ പ്രത്യേകിച്ച് അതിൻ്റെ പിന്നിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യം പറയേണ്ട. പക്ഷേ നമ്മളിതിനകത്ത് എനിക്ക് പ്രത്യേകമായിട്ട് പറയാൻ തോന്നിയൊരു കാര്യം, ഈ ജുഡീഷ്യറി ഈ അവിടെയൊക്കെ നിയമാനുസൃതമായിട്ട് വെച്ചാൽ നീതിയുക്തമായിട്ടല്ല പെരുമാറുന്നത് എന്നാണ്. അതായത് ഈ മുഴുവൻ പുകിലിൻ്റെയും തുടക്കം ജുഡീഷ്യറി അതാണ്. അതായത് അവിടെ ആരാണോ രാഷ്ട്രീയത്തിൽ ഭരണത്തിലിരിക്കുന്നത്, ആരാണോ ശക്തൻ, അവർക്ക് അനുകൂലമായിട്ടാണ് നീതി പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ അവിടെ മാത്രമല്ല, പാകിസ്ഥാനിൽ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഈ അവിടുത്തെ ഒരു കാലത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന ആളുകൾ വല്ല കേസിലും പെട്ടാൽ പിന്നെ ഓടി നാടിന് പുറത്ത് കിടക്കുക എന്നുള്ളതാണ് ഈ 2 രാജ്യങ്ങളിൽ നടക്കുന്നത്. ഇപ്പം തമിഴ്നാട്ടിലല്ല, ഇവിടെ പാകിസ്ഥാനിൽ 3 തവണ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫ്, 2 തവണ പ്രധാനമന്ത്രിയായിരുന്ന ബേനസീർ ഭൂട്ടോ, പർവേസ് മുഷറഫ്, ഇസ്കന്ദർ മിർസ, ആസിഫ് അലി സർദാരി തുടങ്ങിയ അവരുടെ പ്രധാനപ്പെട്ട പ്രധാനമന്ത്രിയും പ്രസിഡന്റായിരുന്ന ആൾക്കാരൊക്കെ അവരുടെ ഭരണം കഴിഞ്ഞാൽ ഉടനെ കേസും കൂട്ടവും വരും, എന്തായാലും തൂക്കിക്കൊല്ലാൻ വിധിക്കും, അല്ലെങ്കിൽ ജയിലിടുന്നുള്ളതുകൊണ്ട് ഓടി വല്ല ലണ്ടനിലോ പോയി നിൽക്കും. അതായത് ഇത് കാണുമ്പോഴാണ് സത്യത്തിൽ ഹർഷ, നമ്മുടെ നാട്ടിലെ ജുഡീഷ്യറി, അതിനിപ്പോൾ ചില തട്ടുകേടുകളും കുഴപ്പങ്ങളൊക്കെ വരുന്നുണ്ടെന്നുള്ള ആക്ഷേപവും ആരോപണമൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ ജുഡീഷ്യറി നമ്മുടെ ഭരണഘടന പ്രകാരവും നീതിയുക്തമായിട്ടാണ് പ്രവർത്തിക്കുക. അതിനകത്ത് അധികാരത്തിലിരിക്കുന്ന ആളുകൾ എന്താണ്? ഇപ്പോൾ കോൺഗ്രസ് സർക്കാരുകളുള്ള കാലത്ത് കോൺഗ്രസ് സർക്കാരുകൾ നിഷേധിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടല്ല ജുഡീഷ്യറി നിൽക്കുക. ജുഡീഷ്യറി അവരുടെ തന്നെ ഏറ്റവും വലിയ ഇന്ദിരാഗാന്ധിക്കെതിരെ വിധി എഴുതിയിട്ടുള്ള ജുഡീഷ്യറിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ജുഡീഷ്യറി ഭരണഘടനാനുസൃതമായിട്ടും നീതിയുക്തമായിട്ടും പ്രവർത്തിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ അല്ലാതെ സംഭവിച്ചാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ള തെളിവായിട്ടാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് വേണം നമ്മളിതിനെ കാണാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജനകീയ പ്രക്ഷോഭങ്ങളെ ഏകപക്ഷീയമായി അടിച്ചമർത്തുന്ന ഭരണാധികാരികളെ ഒരു തരത്തിലും അംഗീകരിക്കാനൊന്നുമാവില്ല. ബംഗ്ലാദേശിൽ അത് ജനകീയ സമരം തന്നെയാണോ രാഷ്ട്രീയ അട്ടിമറിയാണോ എന്നത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതെന്ത് തന്നെയായാലും കൂട്ടക്കുരുതികളെ ന്യായീകരിക്കാനാവില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ തന്നെ ഷെയ്ഖ് ഹസീന ആരോപിച്ച ഏകപക്ഷീയമായ വിധിയെന്ന പോയിന്റ് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രസക്തമാണ്. അതുമാത്രമല്ല, അവാമി ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പോലും ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനകളാണ് ഇപ്പോൾ അരങ്ങേറുന്നതെന്ന അവരുടെ പക്ഷത്തെ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു നിലപാടിനെ അതുകൊണ്ട് തന്നെ പൂർണ്ണമായി നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല.